നമസ്കാരം, ലാവസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചമാങ്ങ ചെമ്മീൻ തോരനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമാങ്ങ ചെറുതായി തൊലിയോട് കൂടി മുറിച്ച് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ നന്നായിട്ട് വെളിച്ചെണ്ണയും പച്ചമാങ്ങയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇവ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളകും കൂടി ചേർക്കുക. എരിവിനനുസരിച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. വലിയ ചെമ്മീനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അരമണിക്കൂർ മുന്നേ മസാല പുരട്ടി വെച്ച ചെമ്മീനാണ്. ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഒരു ചേച്ചിയാണ്, ഷീബ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് താങ്ക് യു. അപ്പോൾ ഈ ഒരു സമയത്ത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കാം. പച്ചമാങ്ങ പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി. അങ്ങനെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഒരു പകുതി ക്യാപ്സിക്കമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ചെമ്മീൻ കുറച്ചധികം എടുക്കുകയാണെങ്കിൽ ക്യാപ്സിക്കം ഒരു മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെമ്മീൻ കുറച്ച് ഒരു 500 ഗ്രാം ചെമ്മീൻ അങ്ങനെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പകുതി ക്യാപ്സിക്കവും പകുതി പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ക്യാപ്സിക്കം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വേണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളെ പച്ചമാങ്ങ ഇട്ട ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി കാണുന്നത് വരെ ബായ്.